ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളെ വെഡിങ് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറേ ദിവസമായിട്ടാണ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് ഇപ്പാന്ന് കിട്ടിയത്. അല്ലെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ സമയം കാലം ഒക്കെ ഉണ്ടെന്നല്ലേ, ഇതിന്റെ സമയം ഇപ്പാന്നിട്ടായേ. പറഞ്ഞു വന്നത് നമ്മളെ കസിൻ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പൊ കല്യാണ തലേന്നത്തെ വ്ളോഗ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുവെക്കാം. പിന്നെ എവിടെ പോകുമ്പോൾ ലേറ്റ് ആയി മാത്രം പോയിട്ടില്ല നമുക്ക് ശീലം. ഇന്നും നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. ഇതാ കാനത്തൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചടയും ആകുമ്പോൾ നമ്മൾ കസിന്റെ കല്യാണത്തിന് പോകുന്നു. നമ്മള് മുമ്പുള്ളവര് എന്ത് പരിപാടി ഉണ്ടാലും മൈലാഞ്ചി ഇടും. ഉറങ്ങി എണീറ്റിട്ട് ആദ്യം നോക്കാം ഈ മൈലാഞ്ചി ചോന്നോ ഇല്ലയോ എന്നായിരിക്കും. എന്റെ മൈലാഞ്ചി നല്ല പോലെ ചോന്നിട്ടുണ്ടായിട്ടാ, രണ്ട് കയ്യിലും നിറയെ ഇട്ടിട്ടുണ്ട്. കല്യാണമൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പം എന്റെ വീട്ടിൽ തന്നെയാണ് തന്നിട്ടുണ്ടായേ. അപ്പം ഞങ്ങള് 3 സിസ്റ്റേഴ്സ് ആണ്. ആ കണ്ടതാണ് മൂത്തത്, ഈ കണ്ടതാണ് ഇളയത്, ഞാൻ നടുക്കുള്ളതാണ് കേട്ടോ. ഞങ്ങള് 3 ഒരുങ്ങി കഴിയുമ്പോഴത്തേനാണ് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ ഓരോ കൂടിയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് ഇനി കല്യാണ വീട്ടിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആണ്. ഫോട്ടോസിന് വേണ്ടിയിട്ടാണല്ലോ ഈ കാട്ടിക്കൂട്ടലെല്ലാം. അപ്പം ഇതാണ് എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇത് എന്റെ മുഖത്തിന് സ്കാർഫാണ് ഭംഗിയെന്നാണ് എനിക്ക് തോന്നല്. പക്ഷെ ഇന്ന് ഞാനിപ്പോ ഷാളാണ് ഇട്ടിട്ടുണ്ടായി. ആദ്യം സ്കാർഫ് കുത്തി നോക്കിയിട്ടുണ്ടായിന്, പിന്നെ സെറ്റ് അല്ലാത്തതുകൊണ്ട് ഞാനിതാ ഈ ഷാളയിലും ഇട്ടിട്ടുണ്ടായത്. ഇത്രയും പുട്ടിയടിക്കലും ഒരുങ്ങലും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയേരം അവസാനം ഇവിടെ കല്യാണ വീട്ടിലെത്തിയപ്പോ അന്ന് ബോധം വന്നത് ഞാൻ കമ്മലിട്ടിട്ടില്ല എന്ന്. അങ്ങനെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല, കമ്മലിടാതെ കല്യാണം കുടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായി. മറവ് പിന്നെ നമ്മള് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഇതുപോലെ അങ്ങ് നടന്നോളൂ. അപ്പൊ പോയ പാടെ ഒരു വെൽക്കം ഡ്രിങ്ക് അങ്ങ് കുടിച്ച് തുടങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുക്കത്തിനിടയിൽ പച്ചവെള്ളം വരെ കുടിക്കാൻ മറന്നിട്ടുണ്ടായിന്. ഇപ്പൊ അന്നൊരു ആശ്വാസമായി. അങ്ങനെ നേരെ പോയി നമ്മളെ റൂമൊക്കെ കണ്ടേട്ടാ. കണ്ണൂർ പിന്നെ കെട്ടിച്ച് കൊണ്ടുവന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് പെണ്ണിന്റെ റൂം കാണാന്നൊരു ചടങ്ങ്, ഇതിപ്പം ചെക്കന്റെ റൂം കാണാൻ ഒരു ചടങ്ങായിട്ടുണ്ട്. പുതിയ പിള്ളിയും കണ്ട് റൂമും കണ്ട് പെരക്കാരെയും കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്തിനാ നമുക്ക് ബാക്കി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വെള്ളപ്പടിയും റെഡി ആയിട്ട് വെക്കുന്നുണ്ടാ. ഒരാളൊന്ന് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്ത് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റായിരിക്കും. പാവങ്ങൾ നമ്മളെ വീഡിയോ എടുക്കുന്നത് കാണാതെ ആക്ഷൻസ് ആന്നിട്ടാ. അപ്പൊ കണ്ടത് കാര്യാക്കണ്ട. അങ്ങനെ നമ്മളെല്ലാരും കൂടിയിട്ട് പിന്നെ ഓരോ ഫോട്ടോസ് ഒക്കെ എടുക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു നടക്കുന്ന തീരുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. കാര്യം ഓരോരാൾ കഴിയുന്നതിന് ഓരോരാൾ കൂടി വരുന്നുണ്ടായിന്. പിന്നെ എല്ലാരെയും നിർത്തിച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അത് നല്ല ടാസ്ക് ആണ്. ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും ഉണ്ടല്ല, എന്റെ ഐസുനെയും മലിക്കൂനെയും ഒരു ഫോട്ടോയിലും കാണാൻ പറ്റൂല. രണ്ടാളും ക്ഷമിക്കാനും പറ്റി നടപ്പായിരിക്കൂട്ടാ. ഇന്നും അതേപോലെ തന്നെയും ഒരു ഫോട്ടോയിലും ഐസുനെയും മലിക്കൂനും കിട്ടിയിട്ടില്ല. ഇതേ കുട്ടികളെ ഫോട്ടോ കിട്ടാൻ അത് പാടെന്ന് പറയും. ഇതിപ്പോ കുട്ടികളെ ഫോട്ടോ കിട്ടാൻ വല്ല പാടൊന്നും ഉണ്ടായിട്ടില്ല. ഇവരെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ പാട്. എത്തിക്കുമ്പത്തേന് അടുത്താൾ ഇറങ്ങി ഓടും. ഇതായിരുന്ന അവസ്ഥ. അങ്ങനെ എങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊന്നും എന്റെ മുഖം കാണാൻ വേണ്ടി പറ്റൂല. കാര്യം ഞാനാന്നല്ല ക്യാമറമാൻ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഞാനും കൂടി വേണം. അതുകൊണ്ട് എന്റെ സമാധാനത്തിനും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. പാവങ്ങൾ അറിയുന്നില്ലല്ലോ ഞാൻ വീഡിയോ എടുക്കലാന്ന്. എല്ലാവരും ഫോട്ടോ വന്നെന്ന് വെച്ചിട്ടില്ല നിപ്പാട്ട സ്റ്റാച്യു പിടിച്ചിട്ട്. അങ്ങനെ പിന്നെ നേരെ നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ ആരെയും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. കിട്ടിയൊരു മൂലക്ക് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഐസൂൻ എന്റെ മടിയിൽ തന്നെ ഇരുത്തിയിട്ടാ കൊടുക്കുന്നത്. അപ്പൊ ഐസൂൻ അൽസിയും എനിക്ക് ബിരിയാണി ഇട്ടിട്ട് വേഗം അങ്ങ് തിന്ന് ഒഴിവായിട്ടുണ്ട്. തിന്നണീച്ച് പോയി നോക്കുമ്പോൾ നമ്മളെ കുടുംബശ്രീക്കാർ മൊത്തം ഒന്നിച്ചിരുന്ന് കുറ്റം തന്നെ തിന്നാ. എനിക്കതങ്ങ് ഗോസിപ്പ് മിസ്സായി. എനിക്ക് വേറെയും കുറെ ഭാഷയിൽ കുറ്റം പറയാനറിയാം. കാണണോ എന്നാ കണ്ടോളി. ഫാത്തിമാനെ കെട്ടിയോനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിണ്ട്. എന്തോ ചീഞ്ഞാറുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ കാണാട്ടാ. പിന്നെ നമ്മൾ തിരിച്ചു പോയി നോക്കിയപ്പോ അതാ പുതിയപ്പള ഫ്രീ ആയി നിൽക്കുന്നത്. അങ്ങനെ പുതിയപ്പള്ളിയും കൂട്ടി കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കുടുംബം കുറച്ച് അധികം വലുതായതുകൊണ്ട് ബസ്സും ട്രാവലറും ഉണ്ടായിന്. എനിക്കാണെങ്കിൽ ബസ്സിൽ കയറാനേനും പൂതി. എന്റെ ഭാഗ്യം നോക്കണേ, ബസ് കിട്ടിയില്ല. നമ്മൾ ലാസ്റ്റ് ട്രാവലറിലാണെങ്കിൽ ട്രാവലർ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കയറി. ആണെങ്കിൽ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്പുറത്ത് കിട്ടാഞ്ഞിട്ട് ഞാൻ തിരിച്ചാദ്യം വീണ്ടും ബസ് നിർത്തിച്ച് ബസ് കയറിയിട്ടുണ്ടായിട്ടാ. അപ്പൊ അന്ന് സത്യം പറഞ്ഞ ഒന്ന് സമാധാനമായേ. പിന്നെ ബസ്സിൽ അത്യാവശ്യം വൈബൊക്കെ ഉണ്ടായിട്ടാ. അതുകൊണ്ട് അടിച്ചു പൊളിച്ചങ്ങ് പെണ്ണിന്റെ വീട് വരെ. പിന്നെ നമ്മൾ നടന്നിട്ട് എത്താത്തതാണെന്നൊന്നും അറിയില്ല. നമ്മൾ എത്തിയപ്പോഴത്തേനും എല്ലാരും കയറി ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിന്. പിന്നെ നമ്മളും വേഗം വൈകിക്കാതെ കയറിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മളെ വരുന്ന വെയിലൊരു നല്ല ലൈം സോഡൊക്കെ വെച്ച് കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നത് മടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് കിട്ടിയതൊക്കെ വാരി വലിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നും കുടിച്ചും ഇരുന്നാൽ മാത്രം പോരല്ല, നമുക്ക് അകത്തേക്കൊക്കെ കയറണ്ടേ. അങ്ങനെ പോയി കയറി പെണ്ണിനെയൊക്കെ കണ്ട് പിന്നെ റൂമും വീടും ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചിറങ്ങുന്നുണ്ട്. ബസ്സിലെ ചാട്ടം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു കോലൊന്നും അല്ലേ ഇട്ടാ ഇവിടെ കയറിയപ്പോൾ ഉണ്ടായത്. പിന്നെ പുറത്തെ യാത്ര പറച്ചിലും നമുക്ക് വീണ വായനയായിരുന്നു. ഇപ്പൊ അടുത്ത പരിപാടി എന്താ വെച്ചാല് ഇനി പെണ്ണിനെയും കൂട്ടിട്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോക്കാണ്. നമ്മൾ പോയി നമ്മളെ ബസ്സിലെ സീറ്റ് വേഗം പിടിക്കാന്ന് വിചാരിച്ചപ്പോ ആണെങ്കിൽ നമ്മൾ നിന്ന സ്ഥലം വരെ ബാക്കി ഉണ്ടായിട്ടില്ല. അമ്മാതെ ആളെ ഇനി തിരിച്ചു പോകും. നമുക്ക് ഇപ്പൊ ഇരിക്കാനുള്ള സീറ്റൊന്നും വേണ്ട, ഒരു നിക്കുള്ള ഗ്യാപ്പ് കിട്ടിയാൽ മതി. പിന്നെ അങ്ങോട്ട് കസർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചത് ചെക്കന്റെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയ ടൈമില് കറക്റ്റ് ബ്രൈഡിന്റെ എൻട്രിയും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഫൈനലി നമ്മളെ ബ്രൈഡ് ഇതാ ചെക്കന്റെ വീട്ടിലേക്ക് കയറി എന്നിട്ട്. അപ്പൊ ചെക്കൻ ആകെ ത്രില്ലിലാണ്. പിന്നെ ഈ ഒരു ടൈമില് സോങ് ഒക്കെ വെക്കുന്നതിന് പകരം നമ്മളോട് തന്നെ പാടാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായേ.
കുറച്ച് കഴിവ് കൂടുതലായതുകൊണ്ട് നമ്മൾ പാടാനൊന്നും നിന്നിട്ടില്ല. സപ്പോർട്ട് നമ്മൾ ധാരാളം ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഇതാ നമ്മളെ ബ്രൈഡിനെ ഗ്രൂമിന്റെ അടുത്തേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വേറെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്, കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നായിട്ട് ഇവരെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിന്. അതിന്റെ ഇടയിൽ നമ്മളും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പെല്ലാം കുടുംബത്തിലൊരു പരിപാടി വന്നാൽ മാത്രമാണ് എല്ലാരും ഒരുമിച്ചൊക്കെ അങ്ങനെ കാണുക. അപ്പം ഈ മുതലിനെല്ലാം ഇപ്പൊ വന്നിട്ടിപ്പാന്ന് കേട്ടോ കാണുന്നത്. നമ്മളെ പുതിയാപ്പിളുടെ വൺ ആൻഡ് ഓൺലി പെങ്ങളാന്ന് കേട്ടോ ഇത്. അപ്പൊ മൂപ്പത്തിനെങ്ങാനും ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ എന്നെ നിന്ന നിപ്പിൽ സമാധിയാക്കുന്നാന്ന് പറഞ്ഞിട്ടുള്ളത്. കല്യാണം പെങ്ങള് കൊണ്ടുപോയിന്ന് വേണമെങ്കിൽ പറയാം. ഓളയൊന്നും തിളക്കത്തിന് ഇപ്പം ഒരു കുറവില്ല. എന്നൊക്കെ നോക്കിയ മുടി ആകെ ചപ്രിയായിട്ട് എനിക്ക് തന്നെ എന്തോ മാതിരിയാകും. നമ്മൾ പറയുന്നതും അത് തന്നെ. ഇനി ഓളെ മൂത്ത പോലി കാണാൻ തന്നെ ഉണ്ട്. നമ്മളെ ബേക്കിൽ കാണുന്നതാണ് ഓളെ ഒരേ ഒരു പുതിയാപ്പിള. കല്യാണ തലേന്ന് എല്ലാരും ഞെട്ടിച്ചു കൊണ്ടുള്ള വരവായിരുന്നു മൂപ്പരത്. അതുകൊണ്ട് തന്നെ മൂപ്പരത്തി ഇന്ന് ബിസി ഗേളായിരുന്നു. പിന്നെ നമ്മളെല്ലാരും പോയി ഫാമിലി ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാ. പിന്നെ ഇതാ ചടങ്ങെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല കേട്ടാ. ഇത് ഞാനും ആദ്യമായിട്ട് കാണുന്നതൊക്കെ തന്നെയാണ്. എന്റെ കല്യാണത്തിന് റൂമിന്റെ അകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു പരിപാടി ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവരിപ്പോ അതിനെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്നല്ലേ? ചിരിക്കാണ്ടാവൂല എന്റെ പൊന്നോ. നമ്മളെ കുടുംബത്തിലുണ്ടല്ല ഒരു ഊക്കുമൊയിലാളി ഉണ്ട്. മൊയിലാളി ഇറങ്ങിക്കഴിഞ്ഞാല് കട്ടപ്പൊകയാണ്. ഇനി ഇപ്പൊ അതാരാന്നറിയാഞ്ഞിട്ട് നിങ്ങൾക്ക് പൊറക്കം കിട്ടാണ്ടിക്കണ്ട. ഇതാണാ മുതല്. മൊയിലാളി ആരെയൊക്കെ എപ്പെല്ലാം ഊക്കാന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് പരമാവധി മുന്നിൽ പെടാണ്ട് നടന്നോളാം. നമുക്കിതൊക്കെ അനുഭവമുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ ഇക്കാണുന്നതാണ് മൂപ്പര ഒരേ ഒരു ഭാര്യ. എന്തൊക്കെ പറഞ്ഞാലും മൂപ്പര ഇല്ലെങ്കിൽ ഒരു ഓളൊന്നും ഉണ്ടാവില്ലടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോവാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടിട്ടാ. മുടിയൊക്കെ ആകെ ചപ്രയുന്നില്ല. അപ്പൊ അതൊന്ന് റെഡി ആക്കിയിട്ട് നേരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി ആയിട്ട് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്റെ വേറെ 2 കസിൻസ് ഇവർക്ക് നിക്കാഹനാമ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർക്ക് ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് ഇത് കാണാൻ എനിക്ക് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയത് വേറൊരാൾ യൂസ് ചെയ്ത് കാണുമ്പോണ്ടല്ലോ അത് വല്ലാത്തൊരു പൊലിവാണ്. കണ്ട മൂപ്പർക്ക് ആകപ്പാടെ കുറച്ചേലും പേടി ഉണ്ടെങ്കിൽ അതെന്നെ എന്റെ വ്ളോഗിനെ ഞാൻ തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കാക്കരെ ഫ്രണ്ട്സിന്റെ ഒക്കെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇവരെ വീട്ടിന്റെ അകത്തേക്ക് കയറുന്ന പരിപാടിയൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ മുന്നിൽ ഞാൻ പോയിട്ട് കുറച്ച് വീഡിയോസ് ക്ലിപ്സ് ഒക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവർ ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ്. അങ്ങനെ അവരെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ല, ഒറ്റ ഓട്ടായിരുന്നു. എന്തിനാ കേക്ക് എടുക്കാൻ വേണ്ടിട്ട്. ഞാനത്തെ മുന്നേ ഇതെങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലല്ല എന്റെ മൂടങ്ങ് പോകും. അങ്ങനെ വലിയൊരു പീസ് കേക്കും കിട്ടി. പിന്നെ ഇതാ ബിരിയാണി ചെമ്പൂര പഠിച്ചിട്ടാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ പോകുന്നുള്ളത് കേട്ടാ. ചെപ്പിക്ക നേരത്തെ വീട്ടിലേക്ക് പോയോണ്ട് തന്നെ നമ്മളെ ഓരോ ട്രിപ്പ് ആയിട്ട് അനിയൻ വന്ന് കൊണ്ടുപോവാട്ടോ ചെയ്യുന്നത്. അപ്പൊ അനിയനെ വെയിറ്റ് ചെയ്തിട്ടുള്ള നിപ്പാണിത്. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരോടും ഇതാ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ചത്ത് കുത്തിരുന്ന അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ അവൻ വന്നു, ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ കലാപരിപാടികൾക്കൊടുവിൽ നമ്മൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടാ. അപ്പൊ ഓക്കേടാ.